ക്യാമ്പിൽ പങ്കെടുത്തിരിക്കുന്ന സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ സമസ്തയാള ജമിയത്തുൽ ഉലമാ എന്ന മഹത്തായ സംഘടനയ്ക്ക് ആ സംഘടനയുടെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഇവിടെ ക്യാമ്പിൽ ഒരുപാട് ആളുകൾ പങ്കെടുത്തു. വളരെ വിദ്യാസമ്പന്നരായ ആളുകൾ, നല്ല ക്വാളിഫൈഡായ ആളുകൾ, നല്ല പണക്കാരായ ആളുകൾ, വയസ്സുള്ള ആളുകൾ, ചെറുപ്പക്കാരായ ആളുകൾ, ഇവരൊക്കെ സമസ്തയുടെ ഈ വിളിക്ക് ഉത്തരം നൽകി ഇവിടെ നിന്നും ഒരു ആത്മീയമായ ഒരു ചൈതന്യം കിട്ടണം എന്ന് കരുതി വന്നവരാണ്. അള്ളാഹുവർക്കൊക്കെ ആത്മീയ ചൈതന്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. അൽഹംദുലില്ലാഹ് നമുക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ നമ്മളൊക്കെ മുസ്ലിങ്ങളായിരുന്നത്. മുസ്ലിമായിരുന്നത് നമ്മുടെ സമ്പത്ത് കൊണ്ടോ, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ, നമ്മുടെ ടെക്നോളജി കൊണ്ടോ, നമ്മുടെ പണം കൊണ്ടോ ആയതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പാവപ്പെട്ട നമ്മളെ അതിലേക്ക് തിരഞ്ഞെടുത്തു. ആ കൂട്ടത്തിൽ എന്താണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള മുസ്ലിങ്ങൾ. ആ മുസ്ലിങ്ങളെ, ആ മുസ്ലിം സംവിധാനത്തെ, ആ സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയാണ് സമസ്തയാള ജമിയത്തുൽ ഉലമാ എന്ന മഹത്തായ സംഘടന രൂപീകൃതമായത്. അത് ജീവിതത്തിലേക്ക് നടപ്പിലാക്കുവാൻ വേണ്ടി, സാധാരണക്കാരിലേക്ക് എത്തിച്ചേർക്കുവാൻ വേണ്ടിയാണ് സമസ്തയാള ജമിയത്തുൽ ഉലമാ എന്ന മഹത്തായ സംഘടന. സാധാരണ രൂപത്തിലുള്ള സംഘടനയല്ല. എന്താ അതിന്റെ മഹത്വം എന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ അല്ലാഹു വർക്കത്ത് മഹാനവറുകളെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഹസബിയായും നസബിയായും കണക്ഷനുകളാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഫാനിൽ അഹമ്മദ് ഖുൽ മുസ്ലിയാർ നബറല്ലാഹു വർക്കത്ത് മഹാനവറുകളെ സഹാബത്തിലേക്ക് ഹസബിയായും നസബിയായും കണക്ഷനുകളാണ്. അങ്ങനെ ഒരു കണക്ഷനുള്ള ആളുകൾ, അവരെ പിന്തുടർന്ന് വന്ന ആളുകളൊക്കെ അങ്ങനെ മഹാന്മാരായ, മഹത്തുക്കളായ, സച്ചരിതരായ പണ്ഡിതന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത് വഖൂനു മഅ സാദിഖീൻ. ഞാൻ ആയത്തൊന്നും ഓതില്ല, വലിയ വലിയ പണ്ഡിതന്മാരുടെ സദസ്സാണ്. ആരായി സുന്നത്തിന്റെ ആളുകൾ എന്ന് ചോദിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. സമസ്തന്റെ പണ്ഡിതന്മാരാണ്, അതിലപ്പുറമൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവരെ പിന്തുടർന്ന് വന്നാൽ മതി. ഈ സ്ഥലത്ത് ഇവിടെ വന്നുകൂടി ഒരുപാട് ഇൽമ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇൽമിന്റെ സദസ്സ് എന്ന് പറഞ്ഞാൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് സ്ഥലങ്ങളെ പറ്റിയാണ് റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞത്. ഒന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന ഖബർ, അതിന്റെ മിമ്പറിന്റെ ഇടയിലുള്ള സ്ഥലം, മാ ബൈന ഖബരി വ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമിന്റെ മജ്ലിസ് റസൂലുള്ളാഹിന്റെ അവിടെ പോയിട്ട് എല്ലാവർക്കും എപ്പോഴും പോയിട്ട് ആ മജ്ലിസിൽ കൂടാൻ പറ്റും. എന്നാൽ ഇൽമിന്റെ മജ്ലിസിൽ നമുക്ക് കൂടാൻ പറ്റും. ഈ ഇൽമിന്റെ മജ്ലിസ് എന്നാൽ 33,313 ആളുകൾ ഒരുമിച്ച് കൂടി, അതെന്തായാലും രജിസ്റ്റേർഡ് ആയി ഇവിടെ വന്ന ആളുകളാണ്. അവരൊരുമിച്ച് കൂടിയ സദസ്സ. ഇവിടെ പ്രസരിപ്പിക്കപ്പെട്ടതൊക്കെ ഇൽമായിരുന്നു. ആ ഇൽമ് സാധാരണ ഇൽമല്ല. നമുക്ക് യൂട്യൂബിലും പിന്നെ ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ ഇൽമ് കിട്ടും. പക്ഷെ അത് ഇൽമല്ല, അത് ഇൻഫർമേഷൻ ആണ്. യഥാർത്ഥത്തിലുള്ള ഇൽമ് എന്ന് പറയുന്ന മഹാന്മാരായ ആളുകൾ പറയുന്ന ബഹുമാനപ്പെട്ട ഉദവി ഉസ്താദ് ഇവിടെ, അതുപോലെ ഒരുപാട് ഫൈദി ഉസ്താദന്മാര്, അവരൊക്കെ ഉസ്താദാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ആ ഉസ്താദിന്റെ കണക്ഷൻ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന ഒരു കണക്ഷനുള്ള ആളുകളാണ്. ആ ഇൽമിന്റെ സദസ്സിനാണ് ഈ റൗളത്തുൽ മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞ് കോളിക്കുണ്ടാകും. അപ്പൊ ആ കൂട്ടത്തിൽ വന്നിരുന്ന ആളുകളാണൊക്കെ നമ്മളൊക്കെ ഇവിടുന്ന് കിട്ടിയ ഇൽമ് ഇതൊക്കെ ജീവിതത്തിൽ പകർത്തണം, ജീവിതത്തിൽ നടപ്പിലാക്കണം. ബഹുമാനപ്പെട്ട ശൈഖുനാ അബ്ദുൽ ഉസ്താദ് പറയുന്ന ഒന്ന് രണ്ട് നസീഹത്തുകൾ പറഞ്ഞ് ഞാൻ നിർത്തിയാണ്. കാരണം ഇവിടെ വലിയ ആളുകളൊക്കെ ഇരുന്ന സദസ്സാണ്, അങ്ങനെ പറയാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് എനിക്ക് പറയാനുള്ള അർഹതയൊന്നുമില്ല. എന്നാൽ എന്റെ ശൈഖും മുറബിയുമായ ബഹുമാനപ്പെട്ട ശൈഖുനാ അബ്ദുൽ ഉസ്താദ് എപ്പോഴും പറയാനുള്ള കാര്യങ്ങളാണ്. ഉദു ഉണ്ടായിരിക്കണം. നമുക്ക് ശുദ്ധി, എപ്പോഴും ശുദ്ധിനെ പറ്റിയുള്ള നല്ലൊരു ക്ലാസ് നമുക്ക് ഇഷ്ടപ്പെട്ടു. ശുദ്ധി ഉണ്ടായിരിക്കണം, ആത്മീയമായ ശുദ്ധി ഉണ്ടായിരിക്കണം, ശരീരത്തിന് ശുദ്ധി ഉണ്ടായിരിക്കണം. ശരീരത്തിന് ശുദ്ധിയുള്ള ആളുകൾക്ക് ആത്മീയമായ ശുദ്ധി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 5 നേരം നിസ്കരിക്കാൻ ഉദു എടുക്കാൻ പറഞ്ഞത്. എന്നാൽ ഉദു ദായിമാക്കണം എന്നാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ അബ്ദുൽ ഉസ്താദ് പറയാറുള്ളത്. എന്താ ഉദു ദായിമാക്കുക എന്നാൽ എല്ലാ സമയത്തും ഉദു ഉണ്ടായിരിക്കണം.
എല്ലാ സമയത്തും ഒന്നുണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും? ഞങ്ങളെ കൂട്ടത്തിൽ ആ ഉപദേശം കേട്ടുകഴിയുന്ന ഞങ്ങളുടെ ഒരു സുഹൃത്ത്, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ശേഖനായിട്ട് ഖലീഫ ചോദിച്ചു, ഉസ്താദ് പറഞ്ഞു കിടക്കുന്ന സമയത്ത് ഒന്നും ചെയ്ത് കിടക്കണം. കിടക്കുന്ന സമയത്ത് ഒന്നും ചെയ്ത് കിടന്നാൽ നമ്മുടെ ആ റോഹിന് ഒരു ഒന്നുമായി കിട്ടും. ആ റോഹി പല സ്ഥലത്തും പോകും. പല സ്ഥലത്തും പോകുമ്പോൾ മക്കത്തും മദീനത്തൊക്കെ മക്കത്തൊക്കെ ചെല്ലുമ്പോൾ ഒരു തവാഫ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകണമെങ്കിൽ ആ റോഹിന് അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാകണമെങ്കിൽ ഒന്നു ചെയ്ത് കിടക്കുന്ന ആളുകൾക്കേ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ഒന്നു എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നു ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒന്നു ദായമാക്കേണ്ട അവസ്ഥ കിട്ടും. അങ്ങനെ ഒന്നു ദായമായി കഴിഞ്ഞാൽ അത് വലിയ സൗകര്യം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്ലീസിനോട് ചോദിച്ചു, തന്റെ ശത്രുക്കൾ ആരൊക്കെ? ഇബ്ലീസ് പറഞ്ഞു, എന്റെ ആദ്യത്തെ ശത്രു തങ്ങൾ തന്നെ. പിന്നെ ആരൊക്കെ? പിന്നെ ഒരുപാട് ആളുകൾ എണ്ണി, ഇമാമിന് ആദിൽ, അങ്ങനെ ഒരുപാട് ലിസ്റ്റ് ഉണ്ട് ഇബ്ലീസിന്റെ അടുത്ത്, ശത്രുക്കളെ ലിസ്റ്റ്. ആ ലിസ്റ്റിൽപ്പെട്ട ഒരു ആളാണ് ഉദൂദായിമാക്കുന്ന ആളുകൾ. ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ, വളരെ പ്രയാസമൊന്നുമില്ല. അതൊക്കെ ഒരിക്കൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നടപ്പിലായി കഴിഞ്ഞാൽ ഉദു എടുത്ത് കിടക്കുമ്പോൾ പിന്നെ കിടക്കുമ്പോൾ ഒതുമുറിയിൽ ഉസ്താദെ ഒതുമുറിയുടെ ജന്തുക്കൾ ഉൾപ്പെടുണ്ടാകുമ്പോൾ ഒതുമുറിയിൽ ഉസ്താദെ എന്ന് ചോദിച്ച ബഹുമാനപ്പെട്ട ശിവനാഥിപൻ ഉസ്താദ് അതിന് പറഞ്ഞ മറുപടി, ആ ഒതു റോഹിനുള്ള ഒതുവാണ്. ഉറങ്ങെണീക്കുന്നവരെ ആ ഒതു ഉണ്ടാവും. ആ ഉറങ്ങെണീച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒതു ഉണ്ടാവില്ല. പിന്നെ നിസ്കരിക്കണമെങ്കിൽ വേറെ ഒതു എടുക്കണം. ഉറങ്ങാനുള്ള ഒതുവാണ്. അത് ഒതു എടുത്തുകൊണ്ടായിരിക്കും കിടന്നുറങ്ങുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട ശേഖന അപ്പോഴും പറയാറുണ്ട്. അതൊക്കെ ജീവിതത്തിൽ നമുക്ക് നടപ്പിലാക്കും. ഞാൻ എൻ്റെ നഫ്സിനോട് നിങ്ങളോടൊക്കെ ഉപദേശിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ചെറിയ സുന്നത്താണ് ദുഹാ നിസ്കാരം. ബഹുമാനപ്പെട്ട ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 360 കെടുപ്പുകൾ, ജംഗ്ഷനുകൾ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. ഓരോ ജംഗ്ഷനും ഒരു ദിർഹം ഡൊണേഷൻ കൊടുക്കണം, സംഭാവന നൽകണം. നമുക്ക് സാധിക്കുമോ? അല്ലെങ്കിൽ ഒരു ഉറുപ്പിക സംഭാവന നൽകണം. 360 ഉറുപ്പിക എല്ലാ ആളുകളും കൊടുക്കുക എന്നത് സാധ്യമല്ല. അതിന് പകരം 2 റക്അത്ത് ദുഹാ നിസ്കാരം നിസ്കരിച്ചാൽ മതി എന്ന് ബഹുമാനപ്പെട്ട ശേഖന എപ്പോഴും സദസ്സിൽ ഓർമ്മിക്കാറുണ്ട്. ഞാൻ ശേഖനായുടെ പേര് പറയുന്നത് ഇതൊന്നും പറയാൻ യോഗ്യനല്ലാത്ത ആളായതുകൊണ്ട്, യോഗ്യതയുള്ള ആളുകളൊക്കെ നമ്മളെ മുന്നിലുണ്ട്. നമുക്കൊക്കെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറഞ്ഞാൽ നമുക്കതൊന്നും സാധ്യമല്ല, എന്നാൽ സാധിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെയൊക്കെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതൊക്കെ അവരെ പിന്തുടർന്ന് പോയി കഴിഞ്ഞാൽ നമുക്കൊക്കെ സാധിക്കാത്ത കാര്യങ്ങൾ അവരൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചെയ്താൽ, ഇതൊക്കെ സമസ്തയുള്ള ജമിയത്തുൽ ഉലമ മഹത്തായ സംഘടനയുടെ മഹത്ത അവരൊക്കെ മുന്നിലുണ്ട് എന്നുള്ള കാര്യത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊക്കെ വലിയ മഹത്വം ഉണ്ടാവും. ഈ ബഹുമാനപ്പെട്ട അഷ്റഫി ഉസ്താദ് ഇവിടുന്ന് പറഞ്ഞു, ഇവിടെ വലിയ സംവിധാനങ്ങളൊക്കെ ഞാനൊക്കെ ഇവിടെ വന്നപ്പോൾ അല്ലെങ്കിൽ സുപ്രഭാതത്തിന്റെ ഇതിലൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സാധ്യമാകുന്ന ഒരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. എന്നാൽ മഹാന്മാരായ ആളുകളായ വലിയ വലിയ ആളുകളാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുമ്പോൾ അവരൊക്കെ അർവാഹുകൾ ഈ കൂട്ടത്തിലുണ്ടാവും, ഒരു സംശയമൊന്നുമില്ല. ബഹുമാനപ്പെട്ട ഹജ്ജത്തുൽ വദാഇൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ കണ്ടോ സഹാബത്തിനോട് ഒരാൾ ഒട്ടകപ്പുറത്ത് ഉറക്കം ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലബ്ബൈക എന്ന് പറഞ്ഞ് തൽബിയത്ത് എന്ന ഒരാളെ കണ്ടല്ലോ. അത് ആരാ നിങ്ങൾക്കറിയോ? സഹാബത്തിൽ അല്ലാഹു റസൂലുഹു അലൈഹി. ചിലപ്പോൾ അവർക്കൊക്കെ അറിയുന്ന ആളുകൾ കൂടുതലാണ്, എന്നാലും അതൊരു അഥവാ മഹാന്മാരായ ആളുകളോട് ചോദിക്കുമ്പോൾ അച്ചടിക്കും മറുപടി പറയാൻ പാടില്ല എന്നൊരു അഥവാ സഹാബത്ത് പറഞ്ഞ് ഞങ്ങൾക്കറിയില്ല നബിയെ, നിങ്ങൾ പറഞ്ഞോടെ. അല്ലാഹു റസൂലുഹു ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹിസ്സലാമായിരുന്നത്. അങ്ങനെ അതുപോലുള്ള ആളുകളൊക്കെ ഈ കൂട്ടത്തിൽ ഈ സംവിധാനത്തിലാണ്. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലപ്പോയ മുതൽ ഇന്ന് വരെ വഫാത്തായ ആളുകളൊക്കെ അവരുടെ അർവാഹികളൊക്കെ ഈ സദസ്സിലുണ്ടാവും. അതുകൊണ്ടൊക്കെ ദുആക്ക് ഇജാബത്തുള്ള ഒരു സദസ്സാണ് എന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ